ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓൺ ദി ചാനൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷാർജ സയൻസ് മ്യൂസിയത്തിലാണ്. ചെറിയ ക്ലാസ്സുകളിലായിരിക്കുമ്പോൾ സയൻസ് എക്സിബിഷന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ത്രില്ലുണ്ടായിരുന്നില്ലേ, അതേ ത്രില്ല് ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്കിന്ന് ലഭിക്കുകയുണ്ടായി. വെറും 10 ദിർഹംസ് മാത്രമാണ് ഇതിൻ്റെ എൻട്രി ഫീ എന്ന് പറയുന്നത്. ആദ്യം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, അതിനുശേഷം നമുക്ക് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറാം. എസ്പെഷ്യലി കുട്ടികളുള്ളവരുടെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണിത്. കാരണം അവരുടെ ക്യൂരിയോസിറ്റി എൻഹാൻസ് ചെയ്യാൻ ഇതൊരുപാട് സഹായിക്കും. നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് എന്തായാലും ഇവിടെ ഒരു തവണ വന്നിരിക്കണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഈ ഒരു മ്യൂസിയം എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത് 1996 ഏപ്രിൽ 17-നാണ്. UAE തന്നെയുള്ള ഒരേ ഒരു ഇൻറ്ററാക്റ്റീവ് സയൻസ് മ്യൂസിയമാണ് ഇത്. ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ അൽ അബാർ ഏരിയ, ഷാർജയിലുള്ള അൽ അബാർ ഏരിയയിലാണ് ഈ ഒരു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വിസിറ്റേഴ്സിന് ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ ഇവിടെ ഡെയിലി കിഡ്സിന് വേണ്ടി വർക്ക്ഷോപ്പ് നടക്കാറുണ്ട്. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈം എന്ന് പറയുന്നത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 8 PM വരെയാണ്. ഫ്രൈഡേ ആകുമ്പോൾ അത് 4 PM to 8 PM വരെയാണ്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ കിഡ്സിന് ഒരു പ്ലേ ഏരിയ ഉണ്ട്. കൂടാതെ ഇവിടെ ഫ്രീ വൈഫൈ സൗകര്യമുണ്ട്. പിന്നെ വീൽ ചെയർ അക്സസിബിലിറ്റി, പ്രെയർ റൂം സൗകര്യമുണ്ട്, കഫ്റ്റീരിയ, സുവനീർ ഷോപ്പ്, ഫ്രീ വാലറ്റ് പാർക്കിംഗ്, ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസാണ്. എഡ്യൂക്കേഷൻ വിത്ത് എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഒരു ബ്ലെൻഡ് തന്നെയാണിത്. ഇനി വരുന്നത് ചൂടുകാലമായതിനാൽ നമുക്ക് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ചെയ്യാൻ അത്രത്തോളം പറ്റുകയില്ല. അപ്പോൾ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്കൊരു ഗ്രേറ്റ് ഇൻഡോർ ഓപ്ഷനായിട്ട് നമുക്ക് ഈ മ്യൂസിയത്തെ കാണാൻ പറ്റും. കിഡ്സിനാണെങ്കിൽ കൂടെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാനുള്ള ഓപ്ഷനും അത്രത്തോളം ഉണ്ട്. UAEയുടെ സ്പെഷ്യൽ ഇവൻറ്റ്സ് ആയിട്ടുള്ള UAE ഇന്നൊവേഷൻ മന്ത്, സയൻസ് ആൻഡ് ടെക്നോളജി വീക്ക്, വേൾഡ് സ്പേസ് വീക്ക്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വീക്ക്, ഈ ഒരു പ്രോഗ്രാംസൊക്കെ ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മളിവിടെ വരികയാണെങ്കിൽ നമുക്ക് എൻട്രി ഫീ തീർത്തും ഡിസ്കൗണ്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ടും നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു അവസരങ്ങളിൽ വരുമ്പോൾ ഒന്നുകൂടെ കൂടുതൽ ആക്ടിവിറ്റീസ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. കൂടാതെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു ഫെസിലിറ്റിയാണ് കിഡ്സിന് വേണ്ടി നമുക്ക് സയൻസ് തീമഡ് ബർത്ത്ഡേ പാർട്ടി ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രീ ബുക്ക് ചെയ്യുന്ന പ്രകാരം നമുക്ക് അവർ ഇവൻറ്റ് റൂംസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൂടാതെ കാറ്ററിംഗ് പാക്കേജസ് അവൈലബിൾ ആണ്. കസ്റ്റം ഡെക്കറേഷനും അവരിവിടെ ചെയ്തു തരുന്നതായിരിക്കും. 5 to 12 ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഗൈഡിനെ ആവശ്യമാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ അറബിക് ഗൈഡിനെ അവൈലബിൾ ആയിട്ടുണ്ടാവും. അത് നമ്മൾ പ്രീ ബുക്ക് ചെയ്യുമ്പോൾ അറിയിക്കേണ്ടതാണ്. ഇനി കുട്ടികളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് എൻട്രി ഫീ എന്ന് പറയുന്നത് 5 ദിർഹംസ് ആണ്. എന്നാൽ 2 വയസ്സിൻ്റെ താഴെയുള്ള കിഡ്സ് ആണെങ്കിൽ അവർക്ക് തീർത്തും സൗജന്യമായിരിക്കും. കൂടാതെ 60+ 60 വയസ്സിന് മുകളിലുള്ളവർക്കും എൻട്രി ഫ്രീ ആണ്. നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ നമുക്കിവരുടെ ഒരു UAEയുടെ കൾച്ചർ റെലവൻസുമായിട്ട് ഇവിടെയുള്ള എക്സ്പെരിമെൻറ്റ്സിന് ഒരുപാട് കണക്ഷൻ നമുക്ക് തോന്നാം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ലൈഫ് സയൻസ് പഠിക്കുകയാണെങ്കിൽ ലൈഫ് സയൻസിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ക്യാമൽ ബയോളജി എന്ന് പറയുന്ന ഒരു പാർട്ട് ഞാൻ കാണാനിടയായി. അതായത് ഡെസേർട്ടിലുള്ള ഈ ക്യാമൽസിൻ്റെ അഡാപ്റ്റേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ബയോളജി സെക്ഷനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ ഇവരുടെ ട്രഡീഷണൽ ഡെസേർട്ട് ലൈഫ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ അത് ആ ഒരു ഡെസേർട്ട് ലൈഫിൽ നിന്നും അവർ മോഡേൺ സസ്റ്റൈനബിലിറ്റിയിലേക്ക് എങ്ങനെ കടന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കൂടാതെ ആൻഷ്യൻ അറബ് സിവിലൈസേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഓരോ സെക്ഷനും കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് സെക്ഷൻസ് കാണാൻ പറ്റും. കിഡ്സിനാണെങ്കിൽ ഒരു കിഡ്സ് സോൺ അവൈലബിൾ ആണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജയൻറ്റ് ബ്ലോഗ്സ് ഉണ്ട്. അവർക്ക് കളേഴ്സിനെ കുറിച്ച് പഠിക്കാൻ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പസിൽസ് അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ ഒരു പ്രൈമറി സ്റ്റുഡൻസ് കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. റിഫ്ലെക്സ് ഗെയിംസ് അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ സ്പേസ് സോൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മളൊരു ടീനേജിലേക്ക് വരികയാണെങ്കിൽ എൻജിനീയറിങ്ങിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സിസ്റ്റത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ കോഡിങ് ആൻഡ് ഡീകോഡിങ് ചെറിയ ഗെയിംസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ടീനേജിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഫാമിലി ആൻഡ് ഗ്രൂപ്പ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫാമിലിക്ക് പറ്റിയിട്ടുള്ള ഡിഫറെൻറ്റ് പസിൽസ് ഉണ്ട്. പിന്നെ ബ്രെയിൻ ടീസേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാട്ടും നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. കൂടാതെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ആയിട്ട് വരികയാണെങ്കിൽ അവർക്ക് കരിക്കുലം അലൈൻഡ് ടൂൾസ് ഡിഫറെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പസിൽസും ഗെയിംസും ഇവിടെ വേറെ തന്നെ അവൈലബിൾ ആണ്.
അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിഫറെൻറ്റ് കാറ്റഗറീസിന് നമുക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്ക് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. റിസർച്ചേഴ്സിന് വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി അവർക്ക് ലേണിംഗ് മോഡൽസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലേണിംഗ് മോഡൽസ് ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ തന്നെ എൻജോയ് ചെയ്യാൻ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ.